നമസ്കാരം. RRB ഗ്രൂപ്പ് ഡിയുടെ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു ക്ലാസ്സിലായിട്ട് സയൻസ് സബ്ജക്റ്റിന് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോ ടോപ്പിക്സും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട്. ലൈറ്റ് അതുപോലെ തന്നെ സൗണ്ട്, ലൈറ്റ് വേവ്, സൗണ്ട് വേവ് രണ്ടിനെ പറ്റിയുമുള്ള കുറച്ച് ബേസിക് ഫാക്ട്സ് പഠിക്കുകയും ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ NTPC പോലുള്ള എക്സാംസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്താണ് നമ്മുടെ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ലൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആണ്. ലൈറ്റ് വേവ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ലൈറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. ആദ്യം ലൈറ്റിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഫാക്ട്സ് എന്താണ് ലൈറ്റ്, ലൈറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റ് 2 ക്ലാസ്സുകൾ കൂടി എടുത്തായിരിക്കും നമ്മൾ ലൈറ്റ് അതുപോലെ തന്നെ സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഫാക്ട്സ് പഠിക്കും. രണ്ടാമത് പഠിക്കുന്നത് സം ഫിനോമിനൻസ് റിലേറ്റഡ് ടു ലൈറ്റ്. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഫിനോമിനൻസ് ആയിരിക്കും അടുത്തൊരു ഭാഗത്തിൽ പഠിക്കുന്നത്. അതിനുശേഷം തിയറി ഓഫ് കളർ ഫോർമേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ലൈറ്റുകൾ ചേർന്നുണ്ടാവുന്ന കളേഴ്സ്, അതിനെ പറ്റിയുള്ള തിയറി, അതിനെ ബേസ് ചെയ്തുള്ള തിയറി. അതിനുശേഷം മിറേഴ്സ് ആൻഡ് ലെൻസസ്, ഇതെല്ലാം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഈ 4 ടോപ്പിക്കുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആണെന്നറിയാം. അതുപോലെ തന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ് ആണെന്നറിയാം അല്ലേ. ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിഷൻ തരുന്ന, നമുക്ക് കാഴ്ച തരുന്ന ഒരു വേവ് ആണ് ലൈറ്റ് വേവ് എന്ന് പറയാം. അതുപോലെ നമുക്ക് കേൾവി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേവ് ആണ് സൗണ്ട് വേവ് എന്നും എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളിലോട്ടാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും അല്ല പോകുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എക്സാമിന് അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം ലൈറ്റ് വേവ്, സൗണ്ട് വേവ്. അപ്പം ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി ഓഫ് ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ സ്റ്റഡി ഓഫ് ലൈറ്റ് ഇസ് നോൺ ആസ് ഒപ്റ്റിക്സ് ആണ് ലൈറ്റിനെ പറ്റിയുള്ള പഠനം, ഒപ്റ്റിക്സ്. അങ്ങനെയാണെങ്കിൽ സൗണ്ടിനെ പറ്റിയുള്ള പഠനമാണ് അറിയപ്പെടുന്നത് അക്കോസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് ലൈറ്റ് ഒപ്റ്റിക്സും സ്റ്റഡി ഓഫ് സൗണ്ട് അക്കോസ്റ്റിക്സുമാണ്. ഇത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും. പക്ഷേ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റഡി ഓഫ് സൗണ്ട് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, സ്റ്റഡി ഓഫ് ലൈറ്റ് ഇസ് നോൺ ആസ് ഒപ്റ്റിക്സ്, സ്റ്റഡി ഓഫ് സൗണ്ട് ഇസ് നോൺ ആസ് അക്കോസ്റ്റിക്. ഒരൊറ്റ പോയിന്റ് പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് തരം വേവ് ആണ്, അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്ന എന്ത് തരം വേവ് ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ടോ അതിന്റെ ഡീറ്റെയിൽസിലോട്ടോ ഒന്നും നമ്മൾ പോകുന്നില്ല. അതിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ആദ്യം പഠിച്ചോളുക, ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സിമ്പിൾ ആയിട്ട് ലൈറ്റിന്റെ പാർട്ടിക്കിൾസ്, ലൈറ്റ് വേവിൽ അതിന്റെ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത് ഈ ടു ആൻഡ് ഫ്രോ, മുകളിലേക്കും താഴേക്കും, അല്ലെങ്കിൽ ഇതാണ് ലൈറ്റ് വേവ്, ഇങ്ങനെയാണ് ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ. ഒരു ലൈറ്റ് വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് ഇതാ ഇങ്ങനെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ആ മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് അതിന്റെ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള വേവ്സിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഒരൊറ്റ പോയിന്റ്, ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് മനസ്സിലാക്കി, ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തത്, അങ്ങനെയാണെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് എന്ത് വേവ് ആണെന്ന് ചോദിച്ചാൽ, സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇപ്പൊ ഇതുപോലെ അല്ല ഈ കാണിച്ച ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ലൈറ്റിനെ പറ്റി പറഞ്ഞ ലൈറ്റ് വേവ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റി പറഞ്ഞതുപോലെയല്ല ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലെ മൂവ്മെന്റ്, അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതെന്താണെന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ 2 പോയിന്റുകൾ മാത്രം പഠിക്കുക. ലൈറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്, അതേസമയം സൗണ്ട് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഈ ഒരു കാര്യം മാത്രം ഓർക്കുക. എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞു ലൈറ്റിനെ പറ്റി, ആദ്യം പറഞ്ഞപ്പോൾ ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ലൈറ്റ് ഈസ് എന്ത് വേവ് എന്നാണ് പറഞ്ഞത്? ട്രാൻസ്വേഴ്സ് വേവ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രിക്കൽ പാർട്ടും അതുപോലെ തന്നെ മാഗ്നറ്റിക് പാർട്ടും ഈ വേവ്സിനുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അതേസമയം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ലൈറ്റിനെ പറ്റിയുള്ള സവിശേഷതകൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ എക്സാമിന് ചോദിക്കും ലൈറ്റ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞ് പല ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. ലൈറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസ്വേഴ്സ് എന്ന് കാണും, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് കാണും, മെക്കാനിക്കൽ എന്ന് കാണും, അങ്ങനെ പല ഓപ്ഷൻസ് കാണും. അതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ എക്സാമിന് തെറ്റിച്ചാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പൊ ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെക്കാനിക്കൽ വേവ്, മെക്കാനിക്കൽ വേവ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു എന്നും കരുതുന്നു. ഇനി അതിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, വാക്വത്തിലുള്ള ട്രാവലിനെ പറ്റി. ലൈറ്റ് വേവ്സിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ലൈറ്റ് വേവ്സിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതേസമയം സൗണ്ട് വേവിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അതായത് എയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ് അല്ലേ, അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു മീഡിയമാണ്, അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്നത് വേറൊരു മീഡിയമാണ്. ഈ മീഡിയം ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് എന്ത് പറയുന്നത്? വാക്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയവും ഇല്ലെങ്കിൽ ഏത് വേവിനാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ലൈറ്റ് വേവ്സിന് മാത്രമാണ്. സൗണ്ട് വേവ്സ് കനോട്ട് ട്രാവൽ ത്രൂ വാക്വം. അപ്പോൾ അടുത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. നിങ്ങളിത് നോട്ട്സ് ഉണ്ടാക്കി തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, ഒരു ബുക്ക് എടുത്ത് നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ പറയുന്നു, ലൈറ്റ് വേവ്സിന് മാത്രമാണ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നത്. സൗണ്ട് വേവ്സിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനും. ഇനി അടുത്തൊരു പോയിന്റ്, നാലാമത്തെ പോയിന്റ്. ഈ 4 പോയിന്റുകൾ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി ബേസിക് ആയിട്ട് പറയുന്നുള്ളൂ. ഈ ലൈറ്റിന്റെയും സൗണ്ടിന്റെയും ഓരോ മീഡിയത്തിലുള്ള വെലോസിറ്റിയെ പറ്റിയാണ്. സ്പീഡിനെ പറ്റി അല്ലെങ്കിൽ വെലോസിറ്റിയെ പറ്റിയാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ള മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ ലൈറ്റ് ഹാസ് മാക്സിമം വെലോസിറ്റി ഇൻ വാക്വം. വാക്വത്തിലാണ് ലൈറ്റിന് മാക്സിമം വെലോസിറ്റി. ലൈറ്റിന് മാക്സിമം വെലോസിറ്റി ഉള്ളത് ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചാൽ വാക്വത്തിലാണ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ചോദിക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഡിഫറെന്റ് മീഡിയംസിലുള്ള ലൈറ്റിന്റെയും അതുപോലെ തന്നെ സൗണ്ടിന്റെയും വെലോസിറ്റിയെ പറ്റി. ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് എവിടെയാണെന്ന് പറഞ്ഞു? വാക്വത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. ആദ്യം വാക്വം, വെലോസിറ്റി ഇൻ വാക്വം ഇസ് ഹയർ. ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി വാക്വത്തിലാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത് എയർ മീഡിയത്തിലാണ്. രണ്ടാമത്തെ ഹയസ്റ്റ് വെലോസിറ്റി എയറിലാണ്. മൂന്നാമത്തത് ലിക്വിഡിലാണ്. നാലാമത്തത് സോളിഡിലാണ്. നിങ്ങൾക്ക് ഒരു ഓർഡർ വെച്ച് തന്നെ ഓർക്കാൻ പറ്റും അല്ലേ. അതായത് ഡെൻസിറ്റി, സാന്ദ്രത കൂടിയ മീഡിയംസ് എങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും സാന്ദ്രത ഇല്ലാത്ത മീഡിയം എന്ന് പറയുന്നത് വാക്വം ആണ് അല്ലേ. വാക്വം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അതിന് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സാന്ദ്രതയുള്ളതാണ് എയർ. എയറിനേക്കാളും സാന്ദ്രതയുള്ളതാണ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളതാണ് ലിക്വിഡ്. ഏറ്റവും ഡെൻസിറ്റി ഉള്ളത് അല്ലെങ്കിൽ സാന്ദ്രതയുള്ളതാണ് സോൾഡ് അല്ലേ. അപ്പൊ അതേ ഓർഡറിൽ തന്നെയാണ് ഇതിന്റെ വെലോസിറ്റി. ഏറ്റവും കുറവ് വെലോസിറ്റി എന്ന് പറയുന്നത് സോളിഡ്സിലാണ്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തോളുക. നിങ്ങൾ ലൈറ്റിന്റെ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് സൗണ്ടിന്റെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ലൈറ്റിന് ഏറ്റവും വെലോസിറ്റി കൂടുതൽ വാക്വത്തിലും ഏറ്റവും കുറവ് സോളിഡ്സിലുമാണ്. ക്ലിയർ ആണല്ലോ. ലൈറ്റിന് ഏറ്റവും വെലോസിറ്റി കൂടുതൽ വാക്വത്തിലും ഏറ്റവും കുറവ് സോളിഡ്സിലുമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തിരിച്ച് കൃത്യം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സൗണ്ട് വേവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൗണ്ടിന് ഏറ്റവും വെലോസിറ്റി കൂടുതൽ സോളിഡ്സിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റിന് ഏറ്റവും വെലോസിറ്റി കുറവ് സോളിഡ്സിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൗണ്ടിന് ഏറ്റവും വെലോസിറ്റി കൂടുതൽ സോളിഡ്സിലാണ്, ഏറ്റവും കുറവ് ഗ്യാസിലാണ്. കാരണം വാക്വത്തിൽ സൗണ്ട് ട്രാവൽ ചെയ്യില്ല നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. വാക്വം ഇല്ല, ഇതിനപ്പുറം ഇനി വാക്വം എഴുതാനില്ല.
കാരണം സൗണ്ട് വേവ് വാക്വത്തിൽ ട്രാവൽ ചെയ്യില്ല. അതുകൊണ്ട് ഈ 3 മീഡിയംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സോളിഡ്സിൽ മാക്സിമം വെലോസിറ്റി, മിനിമം വെലോസിറ്റി ഇൻ ഗ്യാസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും ബേസിക് ആയിട്ട്. ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ സമ്മപ്പ് ചെയ്ത് പറയുന്നു, ശ്രദ്ധിച്ചോളുക. കൃത്യമായിട്ടൊരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതി തന്നെ പഠിച്ചോളുക. സൗണ്ട് വേവ്സിനെയും ലൈറ്റ് വേവ്സിനെയും പറ്റി പറയുന്നു. ആദ്യം നമ്മൾ സൗണ്ട് വേവും ലൈറ്റ് വേവും എന്ത് തരം വേവ് ആണെന്ന് പറഞ്ഞു. എന്ത് തരം വേവ് ആണ്? ലൈറ്റ് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ. പിന്നെ നമ്മൾ സൗണ്ടിനെ പറ്റി എന്താ പറഞ്ഞത്? സൗണ്ട് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് തരം വേവ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റഡി ഓഫ് ലൈറ്റിനെ പറ്റിയുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. അതേസമയം സൗണ്ടിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് അക്കോസ്റ്റിക്സ്. ആ 2 പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മൂന്നാമത്തെ പോയിന്റ്, അത് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്നത് ഏതാണ്, വാക്വത്തിൽ ട്രാവൽ ചെയ്യാത്തത് ഏതാണെന്ന്. അപ്പം ലൈറ്റ് മാത്രമാണ് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്നത്, സൗണ്ട് വാക്വത്തിൽ ട്രാവൽ ചെയ്യില്ല. 3 പോയിന്റ് ആയി. നാലാമത്തെ പോയിന്റ് നമ്മൾ ഇതിന്റെ വെലോസിറ്റീസിനെ പറ്റിയാണ് പറഞ്ഞത്. വെലോസിറ്റി, ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഏത് മീഡിയത്തിലാണ്? വാക്വത്തിലാണെന്ന് പറഞ്ഞു. ഏറ്റവും മിനിമം വെലോസിറ്റി സോളിഡ്സിലാണെന്നും പറഞ്ഞു. വാക്വത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാണെന്നും പറഞ്ഞു? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വാക്വത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സൗണ്ടിന്റെ കാര്യത്തിലും പറഞ്ഞു. വാക്വത്തില് സൗണ്ട് ട്രാവൽ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് മാക്സിമം ഇൻ സോളിഡ്സ്, മിനിമം ഇൻ ഗ്യാസസ്. വാക്വം ഇല്ല അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞത്. ഒരു ബേസിക് ആയിട്ട് ലൈറ്റിനെയും അതുപോലെ തന്നെ സൗണ്ട് വേവിനെയും പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കുറെ പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ബേസിക് ഫാക്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അത് സി എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് വെറുതെ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞത്. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ട്, ഈ ലൈറ്റ് ആണ് സൂര്യനിൽ നിന്ന് സൺലൈറ്റ് ആണ് എർത്തിലെത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആ ലൈറ്റ് ആണ് നമ്മുടെ വിഷനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിഷനെ, നമ്മുടെ കാഴ്ചയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ സൂര്യനിൽ നിന്ന് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എർത്തിൽ റീച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് ടു റീച്ച് എർത്ത് ഫ്രം സൺ. സൂര്യനിൽ നിന്ന് എർത്തിൽ സൺലൈറ്റ് എത്താൻ എടുക്കുന്ന സമയമാണ് 8 minutes 20 seconds. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 8 minutes 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 500 സെക്കൻഡ്, 8 minutes 20 seconds അല്ലെങ്കിൽ 500 seconds ആണ് അതിന്റെ ഉത്തരം. എന്താണത് പറഞ്ഞത്? സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം, ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് ടു റീച്ച് എർത്ത് ഫ്രം സൺ, അതാണ് 8 minutes 20 seconds. അതേസമയം ഈ സെയിം ലൈറ്റ് തന്നെ എവിടെ എത്തുന്നുണ്ട്? മൂണിൽ എത്തുന്നുണ്ട് അല്ലെ, ചന്ദ്രനിൽ. ഈ ചന്ദ്രനിൽ എത്തുന്ന സൺലൈറ്റ് അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം, അതായത് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ഫ്രം മൂൺ റീച്ചസ് എർത്ത് ഇൻ ഡാഷ് സെക്കൻഡ്സ്. എത്ര സെക്കൻഡ് എടുക്കുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ സൂര്യനിൽ നിന്ന് എത്തുന്ന ലൈറ്റ് മൂണിൽ എത്തിയതിനു ശേഷം മൂണിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എത്താൻ എത്തുന്ന സമയമാണ് 1.28 seconds. അപ്രോക്സിമേറ്റ്ലി 1.28 seconds. മൂണിൽ നിന്നും എർത്തിൽ എത്താനുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് സണ്ണിൽ നിന്നും എർത്തിൽ എത്താനുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അടുത്തൊരു പേരാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, O.C. റോമർ. ആദ്യമായിട്ട് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. പേഴ്സൺ ഹു മെഷേർഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. O.C. റോമർ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്തത്. പേരോർക്കുക, O.C. റോമർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റ് ആണ് പറയുന്നത്, ലൈറ്റിന്റെ
വെലോസിറ്റി മാക്സിമം എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞായിരുന്നു. ലൈറ്റിന്റെ വെലോസിറ്റി മാക്സിമം വാക്വത്തിലാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ, വാക്വത്തിലാണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലിയോൺ ഫൂക്കോൾട്ട്. ഈ രണ്ട് പേരുകളും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട പേരുകൾ തന്നെയാണ്. അപ്പോൾ ഓസി റോമറാണ് ആദ്യമായിട്ട് ലൈറ്റിന്റെ സ്പീഡ് അക്യുറേറ്റ്ലി മെഷർ ചെയ്തത്. ലൈറ്റിന്റെ സ്പീഡ് ആദ്യമായി മെഷർ ചെയ്തത് ഓസി റോമറാണ്. അതുപോലെ ലൈറ്റിന്റെ സ്പീഡ് മാക്സിമം വാക്വത്തിലാണ് എന്ന് കണ്ടുപിടിച്ചത് ലിയോൺ ഫൂക്കോൾട്ട് ആണ്. ലിയോൺ ഫൂക്കോൾട്ട്. ഈ രണ്ട് പേരുകളും കൃത്യമായിട്ട് തെറ്റാതെ ഓർക്കുക. ഇനി ലൈറ്റ്, ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ്. അതിന്റെ വേവ് ലെങ്ത് എത്രയാണ്? അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലാണ് നിൽക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് എത്രയാണ്? 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്ററിന് ഇടയിലാണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കണം, ലൈറ്റിനെ പറ്റിയുള്ള ഡിഫറെന്റ് തിയറീസ്. അതായത് ലൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ലൈറ്റ് എങ്ങനെയാണ് എന്ന് പലരും പല തിയറീസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് തിയറീസ്, അത് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി കൊണ്ടുവന്നത് ആരാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള എല്ലാ തിയറീസും പഠിക്കുകയാണ്. അപ്പൊ തിയറീസ് റിലേറ്റഡ് ടു ലൈറ്റ് ആണ് അടുത്ത ടോപ്പിക്, ലൈറ്റ് റിലേറ്റഡ് തിയറീസ്. ഒന്നാമത്തെ തിയറിയാണ് കോർപ്പസ്കുലാർ തിയറി. കോർപ്പസ്കുലാർ തിയറി അത്ര നല്ലൊരു തിയറി അല്ല, ജസ്റ്റ് കുറെ ബ്ലണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ് കോർപ്പസ്കുലാർ തിയറി. അത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല. പക്ഷെ അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടൺ ആണ് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ പേര് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് ബൈ ഐസക് ന്യൂട്ടൺ. രണ്ടാമത്തെ തിയറിയാണ് വേവ് തിയറി, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേവ് തിയറി. ലൈറ്റ് വേവ് നേച്ചർ ഉള്ളതാണ് ലൈറ്റ് എന്ന് പറഞ്ഞ് വേവ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്രിസ്ത്യൻ ഹൈഗൻസ്. ക്രിസ്ത്യൻ ഹൈഗൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വേവ് തിയറി ഓഫ് ലൈറ്റ് കൊണ്ടുവന്നത്. അപ്പൊ രണ്ട് തിയറി പഠിച്ചു, ഒന്ന് കോർപ്പസ്കുലാർ തിയറി, രണ്ട് വേവ് തിയറി ഓഫ് ലൈറ്റ് ബൈ ക്രിസ്ത്യൻ ഹൈഗൻസ്. മൂന്നാമത്തത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ഓഫ് ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ മാക്സ്വെൽ, അല്ലെങ്കിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്നൊക്കെയാണ് പേര്. അപ്പൊ മാക്സ്വെൽ എന്ന പേര് മാത്രം നിങ്ങൾ ഓർക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ഓഫ് ലൈറ്റ് ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പൊ 3 തിയറി പഠിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ഫാക്ട് ഉണ്ട്, അതും കൂടി പറയുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ജെയിംസ് മാക്സ്വെൽ ആണ്. പക്ഷേ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞത് വേറൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെയ്ൻറിച്ച് ഹെർട്സ്. നിങ്ങൾ പേര് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹെയ്ൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞത്. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പൊ 3 തിയറീസ് നമ്മൾ പഠിച്ചു. നാലാമത്തത് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ക്വാണ്ടം മീൻസ് പാക്കേജ്. ലൈറ്റ് പാക്കേജുകളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം, എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മൾ ലൈറ്റ് വേവ്, സൗണ്ട് വേവ്, എന്ത് തരം വേവ് ആണ്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ വെലോസിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 1-2 ബേസിക് ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ലൈറ്റിന്റെ സ്പീഡിനെ പറ്റി പറഞ്ഞായിരുന്നു, അതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പീഡുകളെ പറ്റിയും ലൈറ്റിന്റെ മാക്സിമം സ്പീഡ് വാക്വത്തിലാണെന്ന് കണ്ടുപിടിച്ച ആളുകളുടെ പേര് പറഞ്ഞു. ഫൈനലി നമ്മൾ തിയറീസ് റിലേറ്റഡ് ടു ലൈറ്റും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ആയിട്ട് ലൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കും. ഡിഫറെന്റ് ഫിനോമിനൻസ് റിലേറ്റഡ് ടു ലൈറ്റ്, അതായത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫിനോമിനൻസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിങ്, ഇന്റർഫറൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഫിനോമിനൻസുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ഫിനോമിനൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.